നിങ്ങൾക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നാ മതിയായിരുന്നില്ലേ? ഇല്ലേ? നിങ്ങൾ നേരം വെളുക്കുമ്പോ എന്തെന്ന് നിങ്ങൾക്ക് ഇത്ര ക്രിമിക്കുത്ത് എന്താ നിങ്ങക്ക്? ഞാൻ പോയത് അതിനല്ലല്ലോ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ പറഞ്ഞത് നിങ്ങളെ കൊണ്ട് പോയാ അത് നന്നാവൂലെന്ന്. അതുപോലെ തന്നെ വന്നോ? നിന്റെ പ്രാക്ക് തന്നെയാണ് എനിക്ക്. അത് എന്റെ പ്രാക്കാണ്, നിങ്ങളുടെ കയ്യിലിരിപ്പിന്റെ അല്ല. നീ ഇടുന്ന മോങ്ങ എന്നിട്ട് നാട്ടുകാരും മുഴുവനും കൂടി അറിയട്ടെ. അപ്പൊ ആരും കാര്യം വണ്ടി ഇടിച്ചിട്ട് പോവാന്നാ പറയണേ. അമ്മാവനല്ലേ വണ്ടി ഇടിച്ചത്, അപ്പൊ എനിക്ക് ചോദിക്കണ്ടേ അവരുടെ അടുത്ത്? ചോദിക്കുമ്പോ മര്യാദക്ക് സംസാരിക്കണം, അല്ലാതെ വേറൊന്നുമല്ല. അപ്പൊ ഇങ്ങോട്ട് മര്യാദ കാണിച്ചില്ല, അപ്പൊ ഞാൻ അങ്ങോട്ട് അതുപോലെ. നിങ്ങൾ എന്തിനാ ചെറുക്കൻ അവിടെ അടിച്ചത്? എന്തിനാ അടിച്ചില്ല? അടിച്ചു. നിങ്ങൾ അങ്ങനെയുള്ളതെന്ന് പറഞ്ഞത്? ഞാൻ ഒന്ന് വഴക്ക് പറഞ്ഞേ ഉള്ളൂ, പിന്നെ ഗമയ്ക്ക് വേണ്ടിട്ട് അടിച്ചെന്ന് പറഞ്ഞാൽ. അയ്യോ, ഇന്നലെ പരാതി കൊടുത്തിട്ട് വന്നപ്പോ എന്താ പറഞ്ഞത്? അയ്യോ, പൂജപ്പുര സ്റ്റേഷൻ ആവാൻ ഞാൻ നന്നായി, മറ്റേ അവിടുത്തെ മ്യൂസിയത്തിന്റെ സ്റ്റേഷൻ ആയതുകൊണ്ട് മറ്റേ പോലീസുകാർ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നല്ലോ. ഒരാവശ്യത്തിന് ഞാൻ പറയും, ഒരാവശ്യത്തിന് എന്റെ ആങ്ങളെ ഉണ്ടാവുള്ളൂ. കനമച്ചൂർ സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രതിനിധി കാണും. അഥവാ ഇനി ലിസ്റ്റിലെങ്ങാനും പേരുണ്ടെങ്കിൽ രാഷ്ട്രീയ ഭാവി, ജയിൽവാസം, കുടുംബത്തിന്റെ മാനത, കുട്ടികളുടെ ഭാവി എല്ലാം അല്ല. ഒന്നും വരാതിരിക്കാൻ ഞാൻ പള്ളിയിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. എന്റെ വകയും കൂടെ 1000 മെഴുകുതിരി കത്തിച്ചോ. നീ കാരണമാണ് അവൻ ആത്മഹത്യ ചെയ്തത്. സത്യം എടുത്ത് ചാടുണ്ടായിരുന്നു ക്ലീറ്റോച്ച്. ആണ് ആണ് ഇത് എത്ര പറഞ്ഞാലും ക്ലീറ്റോന് മനസ്സിലാവൂല. എത്ര പറഞ്ഞാലും എന്നിട്ട് 2 കൊമ്പുണ്ടെന്ന് നിങ്ങളുടെ വിചാരം. നിങ്ങൾ ഇപ്പോഴും ഭൂമി കൂടിയാ നടക്കുന്നത്, അത് മറക്കരുത്. ക്ലീറ്റോച്ചേട്ടനെ ബോധമില്ല, അമ്മാവനെങ്കിലും പറയായിരുന്നില്ലേ? കനകനോട് ചോദിച്ചിട്ട് കേസ് കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞതാ. സമ്മതിച്ചിട്ടുണ്ടാവൂല. ഒരു ചെറുക്കന്റെ ജീവിതം അങ്ങ് എടുത്തപ്പോ സമാധാനമായല്ലോ. ഇനി അതിന്റെ പിറകെ നടക്കണ്ടേ? വല്ല പേര് എഴുതി വെച്ചാൽ ആ ചെറുക്കൻ മരിച്ചേക്കണെങ്കിലും ഉണ്ടല്ലോ, തീർന്ന്. തങ്കം, ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വരട്ടാൻ വേണ്ടിട്ടല്ലാതെ വേറെ ദൈവമാണോ? നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. ഇപ്പൊ അമ്മാവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങളൊക്കെ ഇപ്പൊ എന്നിങ്ങനെ പറയുമോ? എന്ത് മനം നൊന്തിട്ടായിരിക്കും ആത്മഹത്യ ചെയ്യണോ? അന്ന് മ്യൂസിയം സ്റ്റേഷനിൽ പരാതി കൊടുത്ത് വന്നപ്പോ ക്ലീറ്റോച്ചേട്ടൻ എന്തൊരു ജാടയായിരുന്നു. എന്തൊക്കെയാ പറഞ്ഞത് ഇവിടെ വന്നിട്ട്? അയ്യോ, അവിടെ ചെന്നപ്പോ എന്തൊരു സ്വീകരണമായിരുന്നു. പൂജപ്പുരയിലെങ്ങാനും ചെന്നിരുന്നെങ്കിൽ അവിടെ കനകനുണ്ട്, അവൻ പിന്തിരിപ്പിച്ച് വിടുവന്ന്. ഏട്ടനുണ്ടായിരുന്നെങ്കിൽ കേസും കൊടുക്കത്തില്ലായിരുന്നു, ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കേണ്ടേ വരത്തില്ലായിരുന്നു. എന്നിട്ട് ഇപ്പൊ ആ പാവ നെട്ടോട്ട് ഒഴിവാ കിടന്നു. കനക ഫോൺ പിടിച്ചിട്ട് എടുക്കില്ല തങ്കം. വരും, അവൻ നല്ലതും കൊണ്ട് വരും. ഇത് ഒരു കാര്യം ഉണ്ടായില്ല. അന്ന് ആ PTA മീറ്റിങ്ങിന് പോയാൽ മതിയായിരുന്നല്ലോ. അപ്പൊ കള്ളത്തരം കാണിച്ച് 2 പേരും കൂടി ഇറങ്ങി. എന്തായി? പോയോ? കണ്ടോ ബോഡി അടിച്ചിറക്കി ഒരു ആത്മഹത്യ കുറിപ്പ് കിട്ടിയിട്ടുണ്ട്. ദൈവമേ, 2 പേരെ പേരുണ്ട്. ഒറ്റ കാരണം ഇപ്പൊ ഞാനും കുടിക്കില്ലടാ. നിങ്ങൾ കിടന്ന് കരയുന്നതിനെ പേരിട്ടില്ലേ? നിങ്ങളുടെ പേര് ഞാൻ പറഞ്ഞ നിങ്ങളുടെ പേരല്ല. അതിലൊരു കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്റെ മരണ കാരണം എന്റെ ഭാര്യയും ഭാര്യയുടെ കാമുകനുമാണെന്ന്. അയാളുടെ ഭാര്യയ്ക്ക് വേറെ ദൂരത്തിനായിട്ട് അടുപ്പുണ്ടായിരുന്നു. ഇത് അറിഞ്ഞ് കുറെ ആളായിട്ട് പുള്ളി മാനസികമായിട്ട് തകർന്ന് നിൽക്കുകയായിരുന്നു. ആണ് ഫുൾ ടൈം ഉള്ളതായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് വണ്ടി പിടിച്ച് നമ്മൾ തട്ടിയുണ്ടായിരിക്കും. ഞങ്ങളല്ല, കഷ്ടായി. ക്ലീറ്റോ, നീ ഒരു രാഷ്ട്രീയ നേതാവല്ലടാ. ഇങ്ങനൊരു നിസാര കാര്യത്തിന് ഇങ്ങനെ തളില്ല. അയ്യേ എന്തേ